ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാകുമോ എന്ന് നോക്കാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും എൻ്റെ വ്യൂസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാകുമോ? 5 ഓഫ് കപ്പ്, 8 ഓഫ് സോഡ്, 8 ഓഫ് കോയിൻ, സൺ, ഏസ് ഓഫ് സോഡ്, ദ ഹൈ പ്രീസ്റ്റസ്. ഓക്കെ, ഓവറോൾ എനർജി ഇവിടെ 5 ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 5, 8, 19, 10, 1 ആവർത്തിച്ചു 2. ഓക്കെ, അപ്പം ഇവിടെ ഓവറോൾ എനർജിയിൽ നോക്കിക്കഴിഞ്ഞാൽ 5 വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഓവറോൾ എനർജിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബന്ധനത്തിൻ്റെ എനർജിയാണ്. ഓക്കെ, ഒരു ബന്ധനത്തിൻ്റെയും അതുപോലെ തന്നെ ചില നഷ്ടങ്ങളുടെയും ആയിട്ടുള്ള എനർജി ഇവിടെ കാണാം. ഓക്കെ, ഇവിടെ 8 നമ്പറാണ് വന്നിരിക്കുന്നത്. 8, 8, 5, 5. 5 എന്ന് പറഞ്ഞാൽ ബാലൻസ് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നത്. 5ൻ്റെ എനർജി ഇവിടെ ഒട്ടും തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിൽക്കുന്നില്ല. 5 എന്ന് പറഞ്ഞാൽ ബുധനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ ബാലൻസ് നഷ്ടപ്പെടുന്നതായി കാണുന്നുണ്ട്. 8 നമ്പർ എന്ന് പറഞ്ഞാൽ വർക്കുമായി ബന്ധപ്പെട്ട് ശനിയുടെ എനർജിയാണ്. അപ്പം നിങ്ങളുടെ റിലേഷനിൽ വർക്ക് ചെയ്യുന്നതിന് ഇവിടെ ബാലൻസ് നഷ്ടപ്പെടുന്നു, അവരതിനു വേണ്ടി ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. ഇമോഷണൽ, നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ട് ഒരു ഇമോഷണൽ സപ്പോർട്ട് ഇപ്പോൾ അവർക്ക് നൽകുവാൻ സാധിക്കാത്ത ഒരു എനർജി. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ സൺ എന്ന് പറയുന്നത് ഈഗോ ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ ഈഗോ പ്രശ്നം ഉണ്ടായിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു മെൻ്റൽ ക്ലാരിറ്റി ലഭിക്കാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു സ്റ്റക്ക് എനർജിയിൽ കൂടിയാണ് റിലേഷൻഷിപ്പ് കടന്നു പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നേരെ വരുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്നതായിട്ടുള്ള ആക്ഷൻ അവർ അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് റെമഡീസാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഈ റീഡിങ്ങിലൂടെ പറയുന്നത്. 5 നമ്പർ നഷ്ടങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇമോഷണൽ ആയിട്ടുള്ള നഷ്ടം ഇവിടെ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ബാലൻസ് തകർന്നിരിക്കുന്നതായിട്ടുള്ള എനർജി അത് ഈഗോ ബേസിലാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഗ്രീൻ കളറിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രീൻ കളർ ബുധനാഴ്ച ദിവസം കൂടുതലായി ഗ്രീൻ കളർ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബെഡ്ഷീറ്റ്, നിങ്ങളുടെ ഡ്രസ്സ്, അതുപോലെ നിങ്ങളുടെ ടവൽ, ഇതെല്ലാം ഗ്രീൻ എനർജിയിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ഇരിക്കുന്ന അടുത്ത് നിങ്ങൾക്കൊരു ലക്കി ബാമ്പു പോലെയുള്ള ചെറിയ മണി പ്ലാന്റ് പോലെയുള്ള ഇത് നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. ഓക്കെ, മണി പ്ലാന്റ് പോലെയുള്ള വയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ മണി പ്ലാന്റ് വെക്കുന്ന സമയത്ത് നമുക്കിവിടെ വാട്ടർ എനർജി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫയർ എനർജി, ഇത് ഫയർ എനർജിയെ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഭൂമിയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി സ്റ്റോൺ ഇട്ട് വെക്കാം നമുക്ക് അതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പം ഒരു ഭൂമിയെ തന്നെയാണ് ഇവിടെ നമ്മളുടെ ആ ഒരു എനർജിയുമായി കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഗ്രീൻ കളർ എന്ന് പറയുന്നത് ഏത് കാര്യത്തെയും ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രീൻ കളറിനെ പ്രപഞ്ചം നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പം ചിലർ ചോദിക്കും, ഈ കളറിലൊക്കെ വല്ലതും ഉണ്ടോ, ഈ കളറിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചിന്തിക്കും. കളറിലുണ്ട്. മഴവില്ലിൻ്റെ കളർ പോലും 7 കളറാണ് പ്രപഞ്ചം നമുക്ക് നൽകിയിരിക്കുന്നത്. എല്ലാ കാര്യവും ബാലൻസ് ചെയ്യുന്നതിന് പ്രപഞ്ചത്തിൻ്റെ കളർ പോലും ഈ ഒരു ഗ്രീൻ കളറാണ് നമുക്ക് കൂടുതലായി തന്നിരിക്കുന്നത്. നമ്മളൊക്കെ മനുഷ്യർ ഈ ഗ്രീൻ കളറിനെ വെട്ടി നശിപ്പിക്കുന്നത് കൊണ്ട് നമ്മുടെ ഭൂമിയുടെ ബാലൻസ് നഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? നമ്മൾ ഗ്രീൻ കളർ നമ്മൾ വൃക്ഷങ്ങളെ നശിപ്പിക്കുന്നത് കൊണ്ട് ഭൂമിയിലെ ബാലൻസ് നഷ്ടപ്പെട്ടുകൊണ്ട് വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ മണ്ണിടിച്ചിലും അതും ഇതും ഭൂമി കുലുക്കവും ഒക്കെ സംഭവിക്കുന്നതിന് കാരണം ഈ ഗ്രീനിനെ നമ്മുടെ ലൈഫിൽ നിന്നും മാറ്റുന്നത് കൊണ്ടാണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രീനിന് പ്രാധാന്യം കൊണ്ടുവരിക. ഇൻഡോർ പ്ലാന്റ് നിങ്ങൾ വയ്ക്കാൻ ശ്രമിക്കുക. ഇപ്പം എല്ലാ സാധാരണക്കാർക്ക് ഏതൊരു വ്യക്തികൾക്കും പെട്ടെന്ന് കിട്ടുന്ന ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്, ഇൻഡോർ പ്ലാന്റ് എന്ന് പറയുന്നത് മണി പ്ലാന്റ് ആണ്. അത് നമുക്ക് സൗത്ത് ഈസ്റ്റ് ദിശയിൽ, തെക്ക് കിഴക്ക് ദിശയിൽ നമുക്ക് ഫ്രൈഡേ ദിവസം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരുപാട് ഉയർച്ച ഉണ്ടാകുന്നതാണ്. അബണ്ടൻസ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഗുഡ് ലക്ക് കൊണ്ടുവരുന്നതിന് മണി പ്ലാന്റ് നിങ്ങളെ സഹായിക്കും. മണി പ്ലാന്റ് വെച്ചതിന് ശേഷം അതിൻ്റെ വെള്ളം മാറ്റാതെയും അല്ലെങ്കിൽ അതിനെ കൂടുതൽ ഡ്രൈ ആക്കി അതിൽ യെല്ലോ കളറ് ഒക്കെ വന്നിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ആ ഒരു ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പക്ഷേ നിങ്ങൾ വൃത്തിയാക്കിയിട്ടും
ഓക്കെ, നിങ്ങൾ വൃത്തിയാക്കാതെയാണെങ്കിൽ അത് പെട്ടെന്ന് യെല്ലോ കളറിലേക്ക് കടന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. എന്നിട്ടും നിങ്ങൾ നല്ല രീതിയിൽ അതിനെ കെയർ ചെയ്തിട്ടും മണി പ്ലാന്റിന് അല്ലെങ്കിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന ഇൻഡോറിൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള സസ്യങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് കെയർ കൊടുത്തിട്ടും അത് നശിച്ചു പോകുന്നെങ്കിൽ വീടിനകത്ത് നിങ്ങൾക്ക് നെഗറ്റീവ് ഊർജ്ജമുള്ളത് കൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും നല്ല ചിലവ് കുറഞ്ഞതും അതുപോലെ തന്നെ എല്ലാവർക്കും വെക്കാൻ കഴിയുന്നതുമായിട്ടുള്ള മണി പ്ലാന്റ് എല്ലാവർക്കും വെക്കാനും കഴിയുന്നതായിട്ടുള്ള ഒന്നാണ്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾക്ക് 5 നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ്, ഒരു ബാലൻസ് വരുന്നതിന് ചെയ്യാൻ പറ്റിയിട്ടുള്ള റെമഡീസ്. ബുധനാഴ്ച ദിവസം നിങ്ങൾക്ക് ഗ്രീൻ കളറിലെ ഫുഡ് കഴിക്കുന്നത് നല്ലതായിരിക്കും. ഗ്രീൻ കളർ എന്ന് പറയുമ്പോൾ നമുക്ക് പച്ചിലത്തോരനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, പച്ചക്കറികൾ കൂടുതലായിട്ട് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ഡെയിലി കഴിക്കുന്നത് നല്ലത് തന്നെയാണ്, പ്രത്യേകിച്ച് ബുധനാഴ്ച ദിവസം കൂടുതൽ കഴിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റുകൾ കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുക്കോ നോട്ട് ബുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പം ഗ്രീൻ കളറാണ് ഏറ്റവും പ്രധാനം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യം, റിലേഷൻ മാത്രമല്ല എന്ത് കാര്യത്തെയും ബാലൻസിങ്ങിൽ കൊണ്ടുവരുന്നതിന് 5ഉം അതുപോലെ തന്നെ 5ൻ്റെ എനർജിയായ ഗ്രീനും നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് ആക്ഷൻ എടുക്കുവാൻ സാധിക്കാതെ നിങ്ങളുടെ കർമ്മമണ്ഡലം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കർമ്മമണ്ഡലം 8 ഇവിടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അത് സാമ്പത്തിക സ്രോതസ്സായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ജോലി സ്ഥലത്തുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം. ഓക്കെ, അതിനെല്ലാത്തിനും കാരണം എന്ന് പറയുന്നത് ഇവിടെ 8 നമ്പറാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് പ്രവർത്തിക്കുന്നതിന് തടസ്സമായിട്ട് ശനി നിൽക്കുകയാണ്, ബന്ധിച്ച് നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ ശനിയാഴ്ച ദിവസം നിങ്ങൾ ബ്ലാക്ക് വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ നോൺ വെജ് ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ശനിയാഴ്ച ദിവസം നിങ്ങളത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ സഹപ്രവർത്തകരെ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെ, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിയും ജോലിയിൽ കുറച്ച് താഴ്ന്ന വ്യക്തികൾ, നമ്മളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ, അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ കൂടുതലായിട്ടും അവരെ മാനസികമായി പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ കളിയാക്കുകയോ അവരെ പറ്റി കുറ്റങ്ങൾ പറയുകയോ നുണ പറയുകയോ ഒക്കെ ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കും. അതാണ് ഏറ്റവും വലിയ പണി കിട്ടുന്നത്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കും, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ ബാധിക്കും, മൊത്തത്തിൽ തകർത്ത് കളയുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകും. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളെ കഴിയും താഴ്ന്ന ലെവലിൽ ജോലി ചെയ്യുന്നതോ ആയിട്ടുള്ള വ്യക്തികളെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക. അവർക്ക് വേണ്ടി എന്തെങ്കിലും ഗിഫ്റ്റ് കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇപ്പം നമുക്ക് ഏറ്റവും നല്ല സാഹചര്യം എന്ന് പറയുന്നത് ഈ റോഡ് പണിയിൽ ആൾക്കാരൊക്കെ ഒരുപാട് നിൽപ്പുണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് കുറച്ച് വെള്ളം, എല്ലാവർക്കും കൂടി നമുക്ക് എല്ലാം ചെയ്യണം പറ്റത്തില്ല. അപ്പോൾ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നത് നല്ലതായിരിക്കും അല്ലേ. അപ്പം ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. രണ്ടാമത് ഈഗോ പ്രശ്നമുണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഈഗോയാണ് ഏറ്റവും പ്രധാനമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സൂര്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എനർജിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ രാവിലെ എപ്പോഴാണോ കുളിച്ച് എഴുന്നേറ്റ് വരുന്നത്, രാവിലെ ഏറ്റവും അതിരാവിലെ എഴുന്നേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് അത്രയും നല്ലത്. 3 മണിക്ക് 4 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ തന്നെ സൂര്യന് നിങ്ങൾക്ക് ജലം നൽകാവുന്നതാണ്. എങ്ങനെയാണ് നൽകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു സ്റ്റീൽ മൊന്തയിലോ അല്ലെങ്കിൽ മണ്ണിൻ്റെ കുടത്തിലോ, ചെറിയ കുഞ്ഞു കുടത്ത് ഉണ്ടല്ലോ, അതിൽ ശുദ്ധമായ വെള്ളം നിറച്ചതിന് ശേഷം നിങ്ങളുടെ കൈ ഉയർത്തി തലയ്ക്ക് മുകളിൽ എത്തുന്ന ഭാഗം വരെ കൈ ഉയർത്തിയിട്ട് കിഴക്കോട്ട് നോക്കി നിന്ന് നിങ്ങൾ ആ ജലം ഭൂമിയിലേക്ക് പതുക്കെ ഒഴിക്കുക, പ്രാർത്ഥനയോടുകൂടി ഒഴിക്കുക. അപ്പം സൂര്യൻ ആ ഒരു സമയത്ത് വരുന്ന സമയമാണ് ആ ഒരു ജലം നൽകുന്നത്. ഓക്കെ, അപ്പം സൂര്യൻ എപ്പോഴും മൂണുമായിട്ട് അല്ലെങ്കിൽ വാട്ടർ എനർജിയുമായിട്ട് ഒരു സമാധാന സന്ദേശമുള്ള ഒരു എനർജിയാണ്. അപ്പം ഒന്ന് തണുപ്പിക്കുക. നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള ആ നെഗറ്റീവ് ഊർജ്ജം മുഴുവനും ഡൗൺ ആകും. ഓക്കെ, നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മുഖം കഴുകിയാൽ നമ്മളുടെ ദേഷ്യം അങ്ങ് കുറച്ച് ക്ഷമിക്കാൻ തോന്നും അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ പാദത്തിൽ കുറച്ച് വെള്ളം കഴുകി ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ദേഷ്യം പെട്ടെന്ന് മാറാൻ സാധിക്കും. അപ്പം നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പേഴ്സണ് ഏതെങ്കിലും രീതിയിൽ ദേഷ്യമോ അല്ലെങ്കിൽ
ഈഗോ പ്രശ്നമോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ഇത് ചെയ്യേണ്ടത് 40 ദിവസമാണ് ചെയ്യേണ്ടത്. അത് 40 ഞായറാഴ്ചയാണ് നിങ്ങളിത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ഈഗോ പ്രശ്നങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ടിങ് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതായിരിക്കും എന്നുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. അടുത്തത് വന്നിരിക്കുന്നത് ഏസ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഒരു മെൻ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഇതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അതെന്ന് പറയുമ്പോഴത്തേക്കും നോർത്ത് ഭാഗത്ത്, നിങ്ങളുടെ വടക്ക് ഭാഗത്ത്, നിങ്ങളുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത്, ഇപ്പോൾ നിങ്ങളൊരു റൂമിലാണെങ്കിലും ആ റൂമിൻ്റെ വടക്ക് ഭാഗത്ത് നിങ്ങൾക്കൊരു ചെറിയ പറ്റുന്ന രീതിയിലുള്ള ഒരു അക്വേറിയം സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കുള്ള എല്ലാ ബ്ലോക്കേജും നിങ്ങൾക്ക് മാറുന്നതിന് സഹായിക്കും. എല്ലാ കാര്യത്തിനും നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നതിന് സഹായിക്കും. പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ 2 നമ്പറാണ്. ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്പിരിച്വൽ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്കൊരു പ്രപഞ്ചത്തിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് വിശ്വാസത്തിലാണോ ആ വിശ്വാസത്തിലുള്ള മതഗ്രന്ഥങ്ങൾ തിങ്കളാഴ്ച ദിവസം നിങ്ങൾ വായിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ വെള്ളിയിൽ നിങ്ങൾ എന്തെങ്കിലും ആഭരണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഉള്ളത് നല്ലതായിരിക്കും. അഥവാ നിങ്ങൾക്ക് ശരീരത്തിൽ ആഭരണങ്ങളൊന്നും വെക്കാൻ പറ്റാത്ത മതത്തിലുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് വെള്ളിയിലെ ഗ്ലാസ്സോ സ്പൂണോ അങ്ങനെ എന്തെങ്കിലും പ്ലേറ്റോ എന്തെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചിട്ട് തിങ്കളാഴ്ച ദിവസം നിങ്ങൾ അതിൽ ഫുഡ് കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അല്ല, നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള സ്ത്രീകൾക്ക് നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുക, ഫിസിക്കലി അവരെ ഹെൽപ്പ് ചെയ്യുക. ഇപ്പോൾ കാല് വയ്യ എന്നുണ്ടെങ്കിൽ കാലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അവർക്ക് വേണ്ടതായിട്ടുള്ള ഹെൽപ്പുകളെല്ലാം നിങ്ങൾ എത്തിക്കുക. തിങ്കളാഴ്ച ദിവസം നിങ്ങൾ അവർക്ക് എന്തെങ്കിലും വൈറ്റ് കളറിലെ ഫുഡ് അല്ലെങ്കിൽ വൈറ്റ് ഡ്രസ്സ്, അങ്ങനെ എന്തെങ്കിലും വൈറ്റ് മിക്സ് ഡ്രസ്സ്, ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ മാറ്റങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ 5 നമ്പറാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഓവറോൾ എന്ന് പറയുന്നത് തന്നെ ബാലൻസ് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു എനർജിയാണ്, അന്ധകാരം ബാധിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കുടുംബ ജീവിതമാണെങ്കിലും ശരി തന്നെ, അത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും തന്നെ ഇവിടെ ചേസിങ് ആയിട്ട് നിൽക്കുകയാണ്. ഒരാളുടെ പിറകെ ഓടുന്നു, ഒരാൾ ഉപേക്ഷിച്ച് പോകുന്നു, ഒരു കാര്യം ബാലൻസിങ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ ഈ ഒരു സമയത്ത് ഇല്ല എന്നാണ് കാണുന്നത്. അതിന് കാരണം ഇന്ന കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുമായിട്ടുള്ള റെമഡിയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്, ഈ റെമഡി പരിഹാരവുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലൊരു വലിയ മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീനസാണ് നമ്മുടെ റിലേഷൻഷിപ്പിനെ ഏറ്റവും പ്രൊട്ടക്ഷനായിട്ട് വീനസാണ് നമ്മുടെ റിലേഷൻഷിപ്പിനെ ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ട് കൊണ്ടുപോകുന്നത്. അതിന് ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഗോൾഡ് കളറിലെ വാച്ച്, അതിൻ്റെ ഡയൽ എപ്പോഴും വൈറ്റ് കളറായിരിക്കും. ഡയൽ എന്ന് പറയുമ്പോൾ സമയം എഴുതി കാണിക്കുന്ന സ്ഥലം അത് വൈറ്റ് കളറിലായിരിക്കണം. ഓക്കെ, ഇതുപോലെ വൈറ്റ് കളറിലായിരിക്കണം നിങ്ങളുടെ ഡയൽ വരേണ്ടത്. ഓക്കെ, ഗോൾഡൻ വാച്ച് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വീനസ് പരമായിട്ട് നിങ്ങൾക്കൊരു ശുക്രൻ്റെ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അത് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ മാത്രമല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാത്രമല്ല, അത് നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിലും സാമ്പത്തിക അനുഗ്രഹത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഗ്രോത്ത് കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങളുടെ പടിഞ്ഞാറ് തെക്ക് മൂല, ആ ഒരു മൂല എപ്പോഴും കന്നിമൂല എന്നറിയപ്പെടുന്ന സ്ഥലം എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കുക. അത് വീടിന് മുകളിലാണെങ്കിലും ശരി തന്നെ, വീടിന് താഴെയാണെങ്കിലും ആ ഏരിയ നിങ്ങൾ ഏറ്റവും ബെറ്ററായിട്ട് സൂക്ഷിക്കുക. അവിടെ കുഴികളോ വേസ്റ്റ് ഇടുന്ന സ്ഥലമോ ഒന്നും ആകാതെ സൂക്ഷിക്കുക. ബാത്റൂം ആണെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാതെ വെച്ചിരിക്കുകയോ ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ സാമ്പത്തിക ഗ്രോത്തിനെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ. ഇതിൽ നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. നിങ്ങൾ ടാരോ കാർഡ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ടാരോ കാർഡ്സിൻ്റെ സർട്ടിഫിക്കറ്റും പ്രാക്ടീസോടുകൂടിയുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു.
ഓക്കെ. അപ്പം നിങ്ങൾക്ക് വീട്ടിലിരുന്നാണെങ്കിലും ഇപ്പം നിങ്ങളുടെ ഫേസ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇതുപോലെ തന്നെ യൂട്യൂബ് വഴിയാണെങ്കിലും പേഴ്സണൽ റീഡിംഗ് വഴിയാണെങ്കിലും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങളുടെ കുടുംബത്തെ നോക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ബാക്കപ്പ്, ഓക്കെ, ഒരു ബാക്കപ്പ് സൃഷ്ടിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ലക്ഷങ്ങൾ നിങ്ങൾക്ക് ഒരു മാസം വരുമാനമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. ഓക്കെ. കഴിവുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും സ്വന്തം കഴിവിൽ എനിക്ക് അതിലൊന്നും ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞ് ആദ്യമേ തന്നെ അത് നിങ്ങൾ താഴ്ത്തി കെട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി യൂണിവേഴ്സിലേക്ക് നിങ്ങളത് ബ്ലോക്ക് ചെയ്യുന്നവർ ഒരിക്കലും വരരുത്. കാരണം ആദ്യമേ തന്നെ നിങ്ങളതിനെ ബന്ധിച്ച് നിർത്തിയിരിക്കുകയാണ്. പിന്നെ നിങ്ങളതിൽ എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ല. അല്ല, ഞാൻ അതിന് വേണ്ടി എനിക്ക് നേടിയെടുക്കണം, എൻ്റെ ജീവിതത്തിൽ ഒരു ബാക്കപ്പ് എപ്പോഴും വേണം. നമ്മുടെ ഇപ്പം ജോലി നമുക്ക് ഒരെണ്ണം ഉണ്ട് എങ്കിൽ പോലും നമുക്കൊരു ബാക്കപ്പ് സപ്പോർട്ട് വേണം. ജോലി ഒരു കുറച്ച് സമയത്തേക്കെങ്കിലും നമുക്ക് സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാക്കപ്പ് സാമ്പത്തികം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സാമ്പത്തിക വരുമാനം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ ജോലി ഉള്ളവർക്കാണെങ്കിലും വെറും 2 മണിക്കൂർ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് യൂട്യൂബിലൂടെയും നിങ്ങൾക്ക് സാമ്പത്തിക സ്രോതസ്സ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള എന്തെങ്കിലും ബ്ലാക്ക് മാജിക്, ബ്ലാക്ക് എനർജി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പരിഹാരങ്ങൾ കണ്ടെത്തുവാനും അതുമായിട്ട് ക്രമീകരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനും നിങ്ങൾക്ക് സാധിക്കും. ഇപ്പം മറ്റാർക്കും വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ വീട്ടിൽ ഇപ്പം ഭയങ്കരമായിട്ടുള്ള നിരന്തരമായ അടിയും വഴക്കും വരുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്, അത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, ആരാണ് അയച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിന് പരിഹാരങ്ങളും ക്രിയകളും ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും അതിനുവേണ്ടി സ്ട്രോങ് ആയിട്ട് പ്രാർത്ഥിക്കുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ. അപ്പം നിങ്ങൾക്ക് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.